ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അമ്മനോട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു റവ കൊണ്ട് പുട്ടുണ്ടാക്കി തരാം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ റവ വെച്ച് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ റവ നന്നായി വറുത്തെടുക്കണം കേട്ടോ. അമ്മ റവ വറുത്ത് തന്നത് ഞാൻ കുഴച്ച് തരാമെന്ന് പറഞ്ഞു ആവശ്യത്തിൽ വാങ്ങിച്ച് കുഴച്ചാണ് കേട്ടോ. പക്ഷേ എൻ്റെ കൈ പൊള്ളിപ്പോയി കൈസ്. അപ്പോൾ ചൂടറിയതിന് ശേഷം മാത്രം കുഴയ്ക്കുക. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നന്നായി കുഴച്ച് മാറ്റി വയ്ക്കുക. പിന്നെ പുട്ടിന് മെയിനായിട്ട് വേണ്ട സാധനം ഒന്നുണ്ടല്ലോ തേങ്ങ, അതും കൂടി ചിരകി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പുട്ടിൻ്റെ സെയിം പ്രോസസ്സ് ഇവിടെ ആവർത്തിക്കുക. ആദ്യം തേങ്ങ ഇടുക, പിന്നെ പൊടിവാരിടുക, വീണ്ടും തേങ്ങ ഇടുക, വീണ്ടും പൊടിവാരിടുക. അതിൻ്റെ മുകളിലും കൂടി തേങ്ങയിട്ട് ഫില്ലാക്കി സെറ്റ് ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ആവി വരും. ആവി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഇതേ പുട്ടായിട്ടുണ്ട്. നമുക്ക് പുട്ട് പഴത്തിനൂടെയോ പപ്പടത്തിനൂടെയോ കടലക്കറിൻ്റെ ചിക്കൻ കറിയുടെ എന്തിനൂടെ വേണമെങ്കിൽ കഴിക്കട്ടെ. നല്ല കോമ്പിനേഷനാണ്. എനിക്കിവിടെ ഇന്ന് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയിലൂടെയായിരുന്നു ഇതാവുമ്പോൾ പുട്ട് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ വീഡിയോ വെറുതെ കണ്ടിട്ട് മാത്രം പോകരുത്, ലൈക്കും കൂടി ചെയ്തേക്കണേ, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്ക് ടാറ്റാ.